ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് പൂച്ചകളെ പരിചയപ്പെട്ടാലോ. ഈ ലോകത്ത് നൂറുകണക്കിന് പൂച്ചയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. അതുമാത്രമല്ല, അവയ്ക്ക് ഓരോ ഇനത്തിനും വ്യത്യസ്തമായ രൂപവും സ്വഭാവവും അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട്. നമുക്കിന്നൊരു 12 പൂച്ചനെ പരിചയപ്പെട്ടാലോ. അതിൽ തന്നെ രോമയില്ലാത്ത പൂച്ച, പിന്നെ 12 കിലോ ഭാരമുള്ള ഭീമൻ പൂച്ച, ചെറിയ പുള്ളിപ്പുലി പോലെയുള്ള പൂച്ച, ഇവയെല്ലാം യഥാർത്ഥത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൗതുകകരമായ 12 പൂച്ചയിനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ ഫേവറേറ്റ് പൂച്ച ഏതാണെന്ന് കൂടി കമൻറ്റിൽ പറയാനും മറക്കരുത്. ഇതാണ് ഞാൻ പറഞ്ഞ 12 പേരിൽ ഒന്നാമൻ, പേർഷ്യൻ ക്യാറ്റ്. ഇനി ഇയാളുടെ പ്രത്യേകതകൾ എന്തെല്ലാം നോക്കിയാലോ. ആൾ ഈ ഫോട്ടോ കാണുന്ന പോലെ തന്നെ ഭയങ്കര കാമാണ്, ഭയങ്കര സൈലൻ്റ് ആട്ടോ. അത് മാത്രമല്ല, നീളമുള്ള കട്ടിയുള്ള രോമാണ്, പിന്നെ വട്ടമുഖവും ചെറിയ മൂക്കൊക്കെ ആയിരിക്കും. വളരെ ശാന്ത സ്വഭാവമാണ്. അധികം ഓടിച്ചാടി നടക്കാനൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. വീടിനുള്ളിൽ വളർത്താൻ വേണ്ടി ഏറ്റവും അനുയോജ്യരാണ് കേട്ടോ ഇവർ. അതുമാത്രമല്ല, ദിവസം നമ്മൾ രോമം ചീകി ഒതുക്കി വൃത്തിയാക്കി വെക്കണം. അതുകൂടാണ്ട് മനുഷ്യരോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് കേട്ടോ ഇവർ. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും ജനപ്രിയ വളർത്തു പൂച്ചകൾ ഇനങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇവർ. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ പരിചയപ്പെടാം. ഇതാണ് മെയിൻ കൂൺ. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇവർ വീട്ടുപൂച്ചകളെ ഏറ്റവും വലിയ ഇനങ്ങളിൽ ഒന്നാണ്. ഭാരം ഒരു 8 മുതൽ 12 കിലോ വരെ എത്തും. നീളമുള്ള വാലാണ് ഇവർ ഏറ്റവും പ്രത്യേകത. ഈ വാല് തന്നെയാണ് ഇവരെ ഹൈലൈറ്റ്. കണ്ടില്ലേ ആ ഫോട്ടോയിൽ എന്ത് ഭംഗിയായിട്ടാണ് വാലിരിക്കുന്നത്. അത് കൂടാണ്ട് ചെവിയിൽ ചെറിയ ചെറിയ രോമകൂട്ടങ്ങളുണ്ടാവും. പിന്നെ വളരെ ബുദ്ധിശാലികളാണ് കേട്ടോ ഇവർ. നായകളെ പോലെ നമ്മളെ ഉടമയെ ഇങ്ങനെ പിന്തുടരും. നമ്മൾ എവിടെ പോലെ നമ്മളെ പിറകെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അതുകൂടാണ്ട് തന്നെ കുട്ടികളോടും മറ്റു മൃഗങ്ങളോടും നല്ല സൗഹൃദമായിരിക്കും കേട്ടോ ഇവർക്ക്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജെന്റിൽ ജെയിൻ്റ് എന്ന പേരിലാട്ടോ ഇവർ അറിയപ്പെടുന്നത്. ഇതാണ് കേട്ടോ മൂന്നാമൻ, സയമീസ് ക്യാറ്റ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താ? അതന്നെ, ഇവരെ തിളങ്ങുന്ന നീല കണ്ണുകൾ. അപ്പം അതുകൂടാണ്ട് ശരീരത്തേക്കാൾ ഇരുണ്ട നിറമുള്ള ചെവിയും വാലും കേട്ടോ ഇവരുടെ പ്രത്യേകത. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വൈറ്റ് ബോഡി ആണെങ്കിൽ ബ്ലാക്കിലും അല്ലെങ്കിൽ ബ്രൗൺ കളറിലൊക്കെ ആയിരിക്കും ചെവിയൊക്കെ വരുന്നത്. വാലും മനുഷ്യരുമായി സംസാരിക്കുന്നത് പോലുള്ള ശബ്ദങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കും കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ ഉടമകളോട് ഭയങ്കര ശക്തമായൊരു അടുപ്പം കൂടി ഉണ്ടായി ഇവർക്ക്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പുരാതന തായ്ലാൻഡിൽ രാജകുടുംബങ്ങൾ വളർത്തിയിരുന്ന പൂച്ചകളാണ് പോലും ഇവർ. ആഹാ, അടിപൊളിയല്ലേ. ആ ഒരു പ്രൗഢി ഇവരെ മുഖത്ത് തന്നെ കാണാനുണ്ടല്ലേ. ഇതാണ് നാലാമൻ, ബംഗാൾ കാറ്റ്. ഇയാളുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു പുലിക്കുട്ടീൻ്റെ ലുക്കാണ് കേട്ടോ. ഇവരുടെ ദേഹത്ത് മൊത്തം തിളങ്ങുന്ന പുള്ളികളായിരിക്കും. പിന്നെ വളരെ ഊർജ്ജസ്വലരാണ് ഇവർ കേട്ടോ. ചാടാനും കയറാനും വളരെ ഇഷ്ടമാണ്. അതുകൂടാണ്ട് തന്നെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപൂർവം പൂച്ചകളിൽ ഒന്നാണ് ഇത്. വളരെ ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി. സാധാരണ പൂച്ചകളെല്ലാം വെള്ളം കണ്ടാൽ ഓടുമെങ്കിൽ ഇവർ അവിടെ കളിച്ചോളും. അതാണ് ഇവരുടെ പ്രത്യേകത. അതുകൂടാണ്ട് തന്നെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കാട്ടുപൂച്ചകളുടെ രൂപസാദൃശ്യം കൂടുതലാണ് കേട്ടോ ഇവർക്ക്. കാണാനൊരു കാട്ടുപൂച്ച ലുക്കും കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവനാണ് അഞ്ചാമൻ, റാങ്ഡോൾ. എന്താല്ലേ പേര്, ഓരോ പേര്. പക്ഷേ പേരിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. ആൾ പാവാണ്. അതായത് ആക്രമണ സ്വഭാവമൊക്കെ വളരെ കുറവാണ്. കുട്ടികളുമായിട്ടെല്ലാം വേഗത്തിലിണങ്ങും. വീടിനുള്ളിൽ ജീവിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇയാൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാനാണ് ഭയങ്കര ഇഷ്ടം. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും സൗമ്യമായ പൂച്ച ഇനങ്ങളിൽ ഒന്നായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. പാവങ്ങളാടോ, ആ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, എന്തൊരു ക്യൂട്ടാ. ഇതാണ് ആറാമൻ, ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ. ഇവരുടെ പേര് തന്നെയുണ്ട് ഇവരുടെ പ്രത്യേകത. ഇവർക്ക് ഷോർട്ട് ഹെയർസ് ആയിരിക്കും. അതായത് നല്ല കട്ടിയുള്ള രോമമാണെങ്കിൽ കൂടി രോമത്തിന് നീളം കുറവായിരിക്കും, ഹെയർസിന് നീളം കുറവായിരിക്കും. പിന്നെ നല്ല ശാന്ത സ്വഭാവമായിരിക്കും ഇവർക്ക് കേട്ടോ. നല്ല സ്വാതന്ത്ര്യമായിട്ടുള്ള രീതിയിലായിരിക്കുള്ള പെരുമാറ്റം. അതിന് അങ്ങനെ ശബ്ദങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. ചെറിയ പരിപാലനം മാത്രം മതി ഇവർക്ക്. രസകരമായ കാര്യം എന്താണെന്നറിയോ, ടെഡി ബിയറിനെ പോലെ ആയിരിക്കും ഇവരെ കാണാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ഒറിജിനൽ ആണോ അതോ ടെഡി ബിയർ ആണോ എന്ന് വിചാരിക്കും. ആ ഒരു കൈൻഡ് ഓഫ് രൂപമായിരിക്കും കേട്ടോ ഇവർക്ക്. അത് തന്നെയാണ് അവരുടെ പ്രത്യേകതയും. ഇവനാണ് ഏഴാമൻ, സ്കോട്ടിഷ് ഫോൾഡ്. അവൻ്റെ പേര് തന്നെയുണ്ട് അവൻ്റെ പ്രത്യേകത. മുന്നോട്ട് മടങ്ങിയ ചെവികളാണ് ഇവരെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് മറ്റ് പൂച്ചക്കുട്ടന്മാരിൽ നിന്ന് കേട്ടോ. നല്ല വട്ട കണ്ണുകളും വട്ട മുഖവും വളരെ ക്യൂട്ടായ മുഖഭാവം. എന്താ ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. കുടുംബാംഗങ്ങളുമായി പെട്ടെന്ന് ഇണങ്ങാൻ ഇവർക്ക് വേറെ തന്നെ ഒരു കഴിവാണ് കേട്ടോ. കളിക്കാൻ നല്ല ഇഷ്ടമാണ്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെവിയുടെ പ്രത്യേക ജീനാണ് ഈ രൂപത്തിന് കാരണം. ഇവനാണ് എട്ടാമൻ, സ്വിങ്സ് കാറ്റ്. അവൻ്റെ രൂപം പോലെ തന്നെ പറയാനൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പേരാണ് സ്വിങ്സ്. പേരിലുള്ള അത്ര പ്രശ്നമൊന്നും ആൾക്കില്ല കേട്ടോ. ആൾ പാവാണ്. അല്ലെങ്കിലും പേരിലൊക്കെ എന്തിരിക്കുന്നല്ലേ. ആളിൻ്റെ പ്രത്യേകത നോക്കിയാലോ, രോമമില്ലാത്ത ശരീരമായിരിക്കും. നിങ്ങൾ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ശരീരത്തിൽ രോമം ഉണ്ടാവില്ല. വലിയ ചെവികളായിരിക്കും. ശരീര ചൂട് കൂടുതലായിരിക്കും ഇവർക്ക്. മനുഷ്യരോട് വളരെ സ്നേഹമായിരിക്കും. പതിവായി കുളിപ്പിക്കേണ്ട കാര്യമുണ്ട്. നല്ല രീതിയിൽ ഇവരെ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവർക്ക് ശരീര ചൂട് ബാക്കിയുള്ള പൂച്ചക്കുട്ടന്മാരിൽ നിന്ന് കുറച്ച് കൂടുതലായിരിക്കും. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് കാണുമ്പോൾ പലർക്കും ഇതൊരു അതിശയം ഉണ്ടാക്കുന്ന ഒരു പൂച്ച ഇനം കൂടിയാണ് കേട്ടോ ഇവർ. ഇവരാണ് ഒമ്പതാമൻ, ഇന്ത്യൻ ബില്ലി കാറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ സാധാരണ വീട്ടുപൂച്ചയുടെ കാലാവസ്ഥയിൽ എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്നവരാണ് ഇവർ. രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലായിരിക്കും. മറ്റു പൂച്ചകളെ അപേക്ഷിച്ച് രോഗപ്രതിരോധ ശേഷി ഇവർക്ക് കൂടുതലായിരിക്കും. വളരെ ചുറുചുറുക്കുള്ള വേട്ടക്കാരാണ് ഇവർ. എലികളെ പിടിക്കുന്നതിൽ വളരെ മിടുക്കന്മാരാണ്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ വീടുകളിൽ കാണുന്ന ഭൂരിഭാഗം പൂച്ചകളും ഈ വിഭാഗത്തിൽ പെടുന്നവരാണ്. ഷോർട്സ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. വീട്ടിലും ഉണ്ട് ഇതേപോലത്തെ ഒരു കുരുത്തം കെട്ടത്, ഒരു പൊട്ടിത്തെറിഞ്ഞ സാധനം. ഇവനാണ് പത്താമൻ, ബോംബെ കാറ്റ്.
ആളെ ഇരുട്ടത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ബോധം പോകും. ആളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഴുവൻ കറുത്ത നിറമായിരിക്കും. ബോഡി ഫുൾ ബ്ലാക്ക് കളറായിരിക്കും. സ്വർണ്ണ നിറത്തിലോ ചെമ്പ് നിറത്തിലുള്ള കണ്ണുകളായിരിക്കും. ചെറിയ കറുത്ത പാന്തറിനെ പോലുള്ള രൂപമാണ് ഇവർക്കുള്ള. ബുദ്ധിശാലിയാണ് കേട്ടോ. ഉടമയോടൊക്കെ വലിയ സ്നേഹമായിരിക്കും. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മിനി പാന്തർ എന്നാണ് ഇവരെ പലരും വിളിക്കുന്നത്. ഇവനാണെ 11ാമൻ റഷ്യൻ ബ്ലൂ. പേരിൽ ബ്ലൂ ആണെങ്കിലും ഇവനൊരു ഗ്രേ ആട്ടാ. ഇനിയാളെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കിയാലോ. അതായത് പച്ച നിറത്തിലുള്ള കണ്ണുകളാണ്, വെള്ളിത്തിളക്കമുള്ള ചാര നിറമുള്ള രോമങ്ങളാണ്. ബേസിക്കലി ഇവർ ഭയങ്കര ശാന്ത സ്വഭാവമുള്ള ആൾക്കാരാണ് കേട്ടോ. അതുമാത്രമല്ല നമ്മൾ അപരിചിതരോട് ഇവർ ഇടപഴകുന്ന സമയത്ത് ഒരു നാണം ഇവർക്കുണ്ടാവും. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ രാജകുടുംബങ്ങളുടെ പ്രിയപ്പെട്ട പൂച്ചകളിൽ ഒന്നായിരുന്നു പോലും ഇവർ. ദി ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ദി ലീസ്റ്റ്, 12ാമനെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് മഞ്ച്കിൻ ക്യാറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വളരെ ചെറിയ കാലുകളായിരിക്കും. കളിക്കാൻ വലിയ താല്പര്യമായിരിക്കും. വേഗത്തിൽ ഓടും. ചെറിയ ശരീരമാണെങ്കിൽ ഊർജ്ജം ധാരാളം ഉണ്ട്. കുട്ടികളുമായി പെട്ടെന്ന് കൂട്ടുകൂടും. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ശരീരഘടനയുള്ള പൂച്ചകളിൽ ഒന്നാണ് കേട്ടോ ഇവർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെയിൻ കൂൺ മുതൽ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ബില്ലി പൂച്ച വരെ ഓരോ പൂച്ചയ്ക്കും അതിൻ്റേതായ സൗന്ദര്യവും സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂച്ച ഏതാണെന്ന് കമൻറ്റിൽ പറയും. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.